ഇന്ത്യസ് ഫസ്റ്റ് ഹാർഡ് ടോപ്പ് കൺവേർട്ടഡ് ജിപ്സിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഫാബ്സ് ഓൺ വീൽസിലെ ഫാബിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയ സോൾജർ ട്രാക്കിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഫംഗ്ഷണൽ സ്നോർക്കൽ, കസ്റ്റം ബിൽഡ് ഓഫ് റോഡ് ബമ്പർ, സൈഡ് ലാഡർ, ഓക്സിലറി ഹെഡ്ലൈറ്റ്സ്. പിന്നെ ഈ ഐറ്റം എന്താന്ന് ആർക്കെങ്കിലും പറയാം. കണ്ട സാധനങ്ങൾ പോട്ടെ. 1.6 ലിറ്റർ ബാലിനോ എഞ്ചിൻ സ്വാപ്പ് വിത്ത് കസ്റ്റം ബിൽഡ് ഫ്രീ ഫ്ലോ എക്സോസ്റ്റ്, ലിഫ്റ്റഡ് സസ്പെൻഷൻ, ഓഫ് റോഡ് മഡ് ടെറൈൻ ടയേഴ്സ് വിത്ത് കസ്റ്റം റിംസ്. സ്ലഷി കൂടെ ഓടിച്ച് വരുന്ന അങ്ങോട്ട് നോക്കി, ലുക്കല്ലേ സാധനം. പിന്നെ അതുക്കും മേലെ ആ കസ്റ്റം പെയിന്റ് ജോബ്. ഫാബിയോ തന്നെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിനെ ഞാൻ ഫാബിയോ ബ്ലൂ തന്നെ അങ്ങ് പേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ ട്രാക്കിൽ ഇറങ്ങുന്ന ഒട്ടുമുക്കാൽ ജിപ്സിക്കുള്ള ബിഗസ്റ്റ് വീക്ക്നെസ് ആർട്ടിക്കുലേഷൻ ഇല്ലായ്മയും ക്ലച്ച് വെയറുമാണ്. പക്ഷെ സോൾജറിന് ഈ കണ്ട പ്രോബ്ലംസ് എല്ലാം ഒരുവിധമൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലിവർ അങ്ങോട്ട് പിടിച്ച് വലിച്ച വണ്ടിയുടെ സ്വഭാവം മാറും. ദേ ചന്ദ്രയാങ്കുന്ന് കയറുന്ന നോക്കി, അതും ഹാഫ് ത്രോട്ടിലല്ലേ. കുറെ പേരെങ്കിലും മനസ്സിലായി കാണും ഈ ലിവർ എന്നാത്തിനുള്ളതാണ്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കണ്ടോ. നമ്മുടെ മീഡിയം ലെവൽ ആർട്ടിക്കുലേഷൻ പിറ്റിന്റെ ഹാർഡസ്റ്റ് പിറ്റില് വണ്ടി സ്റ്റക്ക് ആയിട്ടിരുന്നപ്പോൾ പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഡ്രൈവറായ സിദ്ധാർത്ഥ് സാഞ്ചുവും കോ ഡ്രൈവർ അസിയും കൂടെ ചേർന്ന് വണ്ടിയുടെ ബാക്ക് ഡോർ തുറന്ന് ഈ ലിവർ എൻഗേജ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു ട്വിസ്റ്റ് ആണ് കേട്ടോ. അതിരിക്കട്ടെ, ഒരു ട്രൂ ജിപ്സി ലെവർ ആയിട്ടുള്ള ഫാബിയോയ്ക്ക് പിക്കപ്പിന്റെ ആക്സിൽ കേട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞപ്പോൾ ഒറ്റ മറുപടിയുള്ളൂ: ജിപ്സിയുടെ DNA മാറ്റാൻ എനിക്ക് കഴിയില്ല മോനെ. ആ കാര്യത്തിൽ ഇവൻ പക്കയാ. ജിപ്സിയുടെ DNA ഒരു തുള്ളി പോലും മാറ്റാതെ ഓഫ് റോഡ് ഗുഡീസ് ആഡ് ചെയ്ത് ലുക്കും പെർഫോമൻസും വർദ്ധിപ്പിച്ച ഇങ്ങനത്തെ ബില്ലുകൾ എത്ര എണ്ണം ഉണ്ട് കേരളത്തിൽ. പിന്നെ ആ ലിവർ എന്താന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലോട്ട് നേരെ വിട്ടു. സോൾജറിന്റെ ഓഫ് റോഡ് ടെസ്റ്റ് ഡ്രൈവിന്റെ ഫുൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ റോസി ആൻഡ് റോയ്സ് കോട്ടയുടെ സ്റ്റോറീസ് നോക്ക്.